ക്യൂബിറ്റ്, ഫിംഗേഴ്സ്, ഹാൻഡ് സ്പാൻ ആൻഡ് പേസ്. ഇതൊക്കെയല്ലേ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞേ. ഇനി ഇത്ര വരെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? നീളം അളക്കാൻ വേണ്ടിട്ട് അല്ലേ? അല്ലേ? നിങ്ങള് എന്തെങ്കിലും സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയാൽ, ഡോക്ടറെ കാണിക്കാൻ പോയാൽ നിങ്ങളെ വെയിറ്റ് നോക്കാറുണ്ടോ? വെയിറ്റ് നോക്കാറുണ്ടോ? ഇല്ലേ? അറിയോ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്ന്? അറിയോ? എത്ര വെയിറ്റ് എന്ന് അറിയോ നിങ്ങളുടെ? ആർക്കൊക്കെ അറിയാം? ആദിത്യ അനൂപിന് അറിയാം, പിന്നെ റയാൻ അറിയാം, മുക്താസിമിന് അറിയാം, നീയക്ക് അറിയാം, അമൃതയ്ക്ക് അറിയാം, അമാൻ മാധവന് അറിയാം, ദേവാങ്കിന് അറിയാം. വേറെ ആരാ? അയാനറിയാം, റിച്ചാർഡിനറിയാം, ദേവർഷ, അൻവിത, ഹാദി, അനുഗ്രഹ. അപ്പൊ ഇവർക്കൊക്കെ, ജൽവ, ഇവർക്കൊക്കെ എന്തറിയാം? ഇവരുടെ വെയിറ്റ് എത്രയാന്നറിയാം. നമ്മൾ എങ്ങനെയാ വെയിറ്റ് നോക്കുന്നേ? ഒരു മെഷീനിൽ കയറി നിൽക്കും. അപ്പൊ അതിന്റെ മേലെ ഒരു സൂചി ഇങ്ങനെ 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 ആടുന്നതാണ് അല്ലേ? അത് നോക്കിയിട്ടാണ്, ആ സൂചി എവിടെ നിൽക്കുന്നേ നോക്കിയിട്ടാണ് നമ്മളോട് സിസ്റ്റർ എന്ത് പറയുന്നേ? മോക്ക് ഇത്ര വെയിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ? ആണല്ലോ. അപ്പോ അത് നമ്മൾ തൂക്കി നോക്കിയിട്ട് പറയുന്നു. തൂക്കി നോക്കാതെ നമുക്ക് പറയാൻ പറ്റുന്ന കുറെ വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ വെയിറ്റ്? ഭാരം. ഒരു വസ്തുവിന്, ഒരു സാധനത്തിന് എത്ര കനമുണ്ട് എന്ന് പറയുന്നതാണ് അതിന്റെ വെയിറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 84, പേജ് നമ്പർ 84-ല് ഒരു എലഫന്റും കൊടുത്തിട്ടുണ്ട്, ഒരു ആൻഡും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു എലഫന്റിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്, ഒരു ആൻഡ് ഉറുമ്പിന്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഒരു ആനയും ഉറുമ്പും വെച്ച് നോക്കിയാൽ ഏതായിരിക്കും ഏറ്റവും കനം കൂടുതൽ? വെയിറ്റ് കൂടുതൽ ഏതിനായിരിക്കും? ആനയ്ക്കാണോ ഉറുമ്പിനാണോ? ആനയ്ക്കല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആനയ്ക്കായിരിക്കും വെയിറ്റ് കൂടുതൽ. അപ്പോ ഇവിടെ ആനയ്ക്ക് ഉറുമ്പിന് ഓരോ പേരുണ്ട്. ആനയുടെ പേര് അപ്പു, ആൻഡിന്റെ പേര് ആപ്പി, APPY, ആപ്പി. അപ്പോ അപ്പു ആണ് ഹെവി, ആപ്പി ലൈറ്റ്. ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബൾബിന്റെ ലൈറ്റ് അല്ല. ലൈറ്റ് എന്ന് വെച്ചാൽ കനം കുറഞ്ഞത്, ഭാരം കുറഞ്ഞതിനെയാണ് നമ്മൾ എന്ത് പറയാ? ലൈറ്റ്. അപ്പൊ നമ്മൾ രണ്ട് വാക്ക് ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഹെവി, ലൈറ്റ്. എന്തൊക്കെയാ അതിന്റെ സ്പെല്ലിങ്? ഹെവി, ലൈറ്റ്. ഹെവിന്റെ സ്പെല്ലിങ് എന്താ? ഹെവിന്റെ സ്പെല്ലിങ് എന്താ? എല്ലാരും നോട്ട്ബുക്ക് എടുത്തോ, എഴുതാൻ തുടങ്ങിക്കോ. എന്താ എഴുതണ്ടേ? പുതിയ പുതിയ വേർഡ്സ് എഴുതണം. അടുത്ത ക്ലാസ്സില് ഇത്ര വരെ എടുത്തതിന്റെ ഡിക്റ്റേഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വേർഡ് ഹെവി, HEAVY, ഹെവി. എന്താ നമ്മൾ ഇന്ന് പഠിക്കാൻ വന്ന ഫസ്റ്റ് വേർഡ്? ഹെവി. ഹെവി എന്ന് വെച്ചാൽ എന്താ? കനം കൂടിയത്, ഭാരം കൂടിയത്, വെയിറ്റ് കൂടിയത്. നിങ്ങള് വലിയ ചേട്ടന്മാരും അല്ലെങ്കിൽ അച്ഛനോ അങ്കിളോ ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഹെവി വെഹിക്കിൾ. ഹെവി വെഹിക്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ബസ്സൊക്കെ ഹെവി വെഹിക്കിളാ. ഹെവി ബസ്, ലോറി, അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ ഹെവി വെഹിക്കിളാ. ഹെവി വെഹിക്കിൾ എന്ന് വെച്ചാല് ഒരുപാട് ഭാരം കയറ്റാൻ പറ്റുന്ന വാഹനങ്ങളെയാണ് നമ്മൾ ഹെവി വെഹിക്കിൾ എന്ന് പറയാം. ഹെവി എന്ന് വെച്ചാല് നല്ല ഭാരമുള്ളത്, നല്ല കനമുള്ളത്. അപ്പൊ ഹെവിന്റെ സ്പെല്ലിംഗ് എന്താ? ഹെവിന്റെ സ്പെല്ലിംഗ് HEAVY, ഹെവി. ഇനി അടുത്തത് ആപ്പി ഈസ് ലൈറ്റ്. ആൻഡ് ലൈറ്റ് ആണ് എന്ന് വെച്ചാൽ എന്താ?
ആൻഡ് മറ്റേ കറണ്ടിന്റെ ലൈറ്റ് ആണെന്നാണോ? ഉറുമ്പ് മറ്റേ ലൈറ്റ് ആണെന്നാണോ? അല്ല, ആൻഡിന് വെയിറ്റ് കുറവാണ്, അതായത് കനം കുറവാണ്, ഭാരം കുറവാണ്. അതുകൊണ്ടാണ് നമ്മള് ആപ്പി ഈസ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് വേർഡ് എന്താ നമ്മൾ പഠിക്കാൻ പോകുന്ന? ലൈറ്റ്. LIGHT, ലൈറ്റ്. LIGHT, ലൈറ്റ്. രണ്ട് വേർഡ് പഠിച്ചു, ഹെവി, ലൈറ്റ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് തൊട്ട് താഴെ ഒരു കപ്പും കൊടുത്തിട്ടുണ്ട്, ഒരു ചെയറും കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പോ അത് നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ രണ്ടും നമ്മൾ സ്ഥിരം ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാ, കപ്പും ചെയറും. കപ്പ് നമ്മൾ ചാടിക്കാൻ ഉപയോഗിക്കും, ചെയർ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കും. അപ്പൊ കപ്പിനാണോ വെയിറ്റ് കൂടുതൽ, ചെയറിനാണോ? കപ്പിനാണോ വെയിറ്റ് കൂടുതൽ, ചെയറിനാണോ? ഏതിനാ? ചെയറിനല്ലേ. നമ്മൾ ഇരിക്കുന്ന ചെയറിനല്ലേ വെയിറ്റ് കൂടുതൽ. അപ്പൊ നമ്മൾ എന്ത് പറയും? കപ്പ് ഈസ് ലൈറ്റ് ആൻഡ് ചെയർ ഈസ് ഹെവി. കപ്പ് ലൈറ്റ് ആണ്, ചെയർ ഹെവി ആണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ മീൻ ചെയ്യുന്നേ? വെയിറ്റ് കുറഞ്ഞത്, കനം കുറഞ്ഞത്. ഹെവി എന്ന് വെച്ചാല് കനം കൂടിയത്, വെയിറ്റ്, ഭാരം കൂടിയതിനെയാണ് നമ്മൾ ഹെവി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ്, ഹെവി, ഈ രണ്ട് വേർഡ്സ് ഏതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാ? എന്തെങ്കിലും ഒരു സാധനത്തിന്റെ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ, എന്തെങ്കിലും ഒരു വസ്തുവിന്റെ വെയിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെയിറ്റിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലൈറ്റും ഹെവിയും ഈ രണ്ട് വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കൂടുതൽ വെയിറ്റ് ഉള്ളതിനെ ഹെവിയർ എന്ന് പറയും, കൂടുതൽ വെയിറ്റ് കുറഞ്ഞതിനെ ലൈറ്റർ എന്ന് പറയും. എന്ത് പറയും? ഹെവിയർ, ലൈറ്റർ. അതുകൂടി ആ വേർഡ്സിനെ തൊട്ടടുത്ത് എഴുതി വെക്കുക. എന്താ? ഹെവിയർ, HEAVIER, ഹെവിയർ. രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ നമുക്ക് പറയാം മൊബൈൽ ഫോൺ ഈസ് ഹെവിയർ ദാൻ പെൻസിൽ. മൊബൈൽ ഫോണിനാണ് പെൻസിലിനെക്കാളും വെയിറ്റ് കൂടുതൽ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? മൊബൈൽ ഫോൺ ഈസ് ഹെവിയർ ദാൻ പെൻസിൽ. ഇനി രണ്ട് വസ്തുക്കൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് കുറവാണ് എന്ന് പറയാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ലൈറ്റർ. LIGHTER, ലൈറ്റർ. ഹെവി, ഹെവിയർ, ലൈറ്റ്, ലൈറ്റർ. ആ രണ്ട് വേർഡ്സും കൂടി എഴുതി വെച്ചു. എഴുതിയോ? സ്പെല്ലിംഗ് പറഞ്ഞോണ്ട് എഴുതണേ. ഹെവിയറിന്റെ സ്പെല്ലിംഗ്, ഹെവിയറിന്റെ സ്പെല്ലിംഗ് HEAVIER. ലൈറ്ററിന്റെ സ്പെല്ലിംഗ് LIGHTER. ഹെവി, ഹെവിയർ, ലൈറ്റ്, ലൈറ്റർ. ഓക്കെ. ആർക്കൊക്കെയോ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നുന്നു. നിവേദ്യ, എന്താ മോളെ? ഇത് നിങ്ങൾ പഠിക്കുന്ന അത്രയും തവണ എഴുതിക്കും. 5 തവണയോ 10 തവണയോ 20 തവണയോ എത്ര തവണ എഴുതുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ സ്പെല്ലിംഗ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും തവണ എഴുതുക. 2ഉം 3ഉം തവണ എഴുതണ്ട, 5ഓ 10ഓ 15ഓ. ഓക്കെ. ബിയോണയ്ക്ക് എന്താ ഡൗട്ട്? മിസ്സേ, ഈ പരീക്ഷ ഇടുന്ന് പറഞ്ഞില്ലേ, അത് പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ ഏത്? അടുത്ത ക്ലാസ്സിൽ ഡിക്റ്റേഷൻ ഇടുന്ന് പറഞ്ഞതാ? ആണോ? ഈ ചാപ്റ്റർ മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത് മുതൽ ഇത്ര വരെ എടുക്കുന്നത് വരെ.
പേജ് നമ്പർ. പേജ് നമ്പർ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് എവിടെയാ? മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത് എവിടെയാ? നമ്മൾ ലെങ്ത് വെച്ച് തുടങ്ങിയിട്ടില്ലേ? ലെങ്ത്തിന്റെ മുതല് 73 73 74 75. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇവിടെ ഇന്ന് എടുക്കുന്നത് വരെ. എന്താ ഏബൽ? 4 ടൈംസ് എഴുതിയാ മതിയോ? 4 ടൈംസ് പറ്റൂല. ഒന്നുകിൽ 5 അല്ലെങ്കിൽ 6 7 8 9 10. 5 മുതൽ മുകളിലേക്ക്. ഓക്കെ, ഇപ്പൊ ആരും എഴുതണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതിയേ. അപ്പോ പേജ് നമ്പർ 84 എക്സസൈസ് 4.4 കണ്ടോ? 4.4 അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഒന്നാമത്തേത് ടിക്ക് ദി ഹെവിയർ ഒബ്ജക്റ്റ്. ഏതിനാണോ വെയിറ്റ് കൂടുതൽ വെച്ചാൽ അത് ടിക്ക് ചെയ്യുക. രണ്ടാമത്തേത് സർക്കിൾ ദി ലൈറ്റർ ഒബ്ജക്റ്റ്. കൈറ്റിനാണോ ഐസ്ക്രീമിനാണോ വെയിറ്റ് കുറവെന്ന് വെച്ചാൽ അതിന് സർക്കിൾ ചെയ്യുക. മൂന്നാമത്തേതും ലൈറ്റർ ഒബ്ജക്റ്റ്, വെയിറ്റ് കുറഞ്ഞതിന് ടിക്ക് ചെയ്യാം. നാലാമത്തേത് വെയിറ്റ് കൂടിയതിന് കളർ ചെയ്യാം. വെയിറ്റ് കൂടിയതിന് കളർ ചെയ്യാം. ഓക്കെ, അടുത്തത് ഹെവിയസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ്. ഇപ്പൊ നമ്മൾ രണ്ട് ഒബ്ജക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഹെവിയർ ദാൻ അല്ലെങ്കിൽ ലൈറ്റർ ദാൻ എന്ന് പറഞ്ഞില്ലേ? ഇനി ഒരുപാട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ, രണ്ടിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയതിനെ നമ്മൾ എന്ത് പറയും? ഹെവിയസ്റ്റ് തിങ്, ഏറ്റവും ഭാരം കൂടിയത്. ഇപ്പൊ ഒരു പെൻസിൽ, ഒരു നോട്ട്ബുക്ക്, പിന്നെ ഒരു ലാപ്ടോപ്പ്. ഒരു പെൻസിലും ഒരു നോട്ട്ബുക്കും ഒരു ലാപ്ടോപ്പും, അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഏതിനായിരിക്കും? ലാപ്ടോപ്പിനല്ലേ? അല്ലേ? ലാപ്ടോപ്പിനല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയും? ലാപ്ടോപ്പ് ഈസ് ദി ഹെവിയസ്റ്റ് ഒബ്ജക്റ്റ്, ഏറ്റവും വെയിറ്റ് കൂടിയത്. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് കൂടി നമുക്ക് പഠിക്കണ്ടേ? അതിന്റെ സ്പെല്ലിംഗ് കൂടി പഠിക്കണ്ടേ? ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ്. ഹെവിയസ്റ്റിന്റെ സ്പെല്ലിംഗ് എന്താ? ഹെവിയസ്റ്റിന്റെ സ്പെല്ലിംഗ് എന്താ? HE. ധാര ഏബൽ എന്താ വരച്ചിരുന്നേ? HEAVIEST. ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ്. ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ്. ഇനി ഏറ്റവും ഭാരം കുറഞ്ഞതിന്, ഏറ്റവും കുറഞ്ഞതിന് എന്ത് പറയും? ലൈറ്റസ്റ്റ്. LIGHTEST. LIGHTEST. ഹെവിയസ്റ്റും ലൈറ്റസ്റ്റും. heavy, heavier, heaviest, light, lighter, lightest. ഈ 3 വേർഡ്സും, സോറി, ഈ 6 വേർഡ്സും നിങ്ങൾ സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. സ്പെല്ലിങ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മുടെ ഈ മെഷർമെന്റ് എന്ന് പറയുന്ന 4th ചാപ്റ്റർ തുടങ്ങുന്നത് മുതൽ ഇന്ന് എടുക്കുന്നത് വരെയുള്ള ഭാഗത്തെ പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിക്റ്റേഷൻ ഇടാം. ഓർമ്മിപ്പിക്കണേ മിസ്സിനെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ? ഡിക്റ്റേഷൻ. മിസ്സിന് മറന്നുപോയാലും നിങ്ങൾ ഓർമ്മിപ്പിക്കണേ കേട്ടോ, എന്നാലേ നമുക്ക് വേർഡ്സ് പഠിക്കാൻ പറ്റൂ. Then page number 85.
പേജ് നമ്പർ 85 ഒരു ലയണിന്റെ പിക്ചർ ഉണ്ട്, പിന്നെ ഒരു റാബിറ്റ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ പിക്ചർ എന്താ? എന്താ അത്? ചെറിയ എന്തോ ഒരു സാധനം. ഓക്കെ, അപ്പൊ ആ 3 പിക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയത് ലയൺ ആയിരിക്കും, സിംഹത്തിനായിരിക്കും ഏറ്റവും വെയിറ്റ് കൂടുതൽ. അതുകൊണ്ട് അതിനെ ഹെവിയസ്റ്റ് എന്ന് പറയും. ഇനി ആ 3ാമത്തെ ചിത്രമാണ്, അതെന്താ മിസ്സിന് മനസ്സിലാവുന്നില്ല എന്താന്ന്. ഓക്കെ, അപ്പൊ ആ 3ാമത്തേതാണ് ഏറ്റവും വെയിറ്റ് കുറഞ്ഞത്, അതിനെ നമ്മള് ലൈറ്റസ്റ്റ് എന്ന് പറയും. ദെൻ അതിന് തൊട്ട് താഴെ ലെമൺ ഉണ്ട്, മാംഗോ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. അപ്പൊ ലെമണും മാംഗോയും ജാക്ക് ഫ്രൂട്ടും നോക്കിയാൽ ജാക്ക് ഫ്രൂട്ടിനായിരിക്കും. ജാക്ക് ഫ്രൂട്ട് എന്താ? ചക്ക. ചക്കയാണോ അത്? ആണോ? അത് തേങ്ങയോ? ഓക്കെ, എന്തോ ആയിക്കോട്ടെ, ആ 3ാമത്തെ പച്ച കളറുള്ള സാധനം, അതിനാണ് ഏറ്റവും വെയിറ്റ് കൂടുതൽ. ഓക്കെ, അപ്പൊ അതിനെ ഹെവിയസ്റ്റ് എന്ന് പറയും, ലെമണിനെ ലൈറ്റസ്റ്റ് എന്ന് പറയും. എന്തായി ഫുന? ഹെവിയറും ഹെവിയസ്റ്റും എന്താണ് അങ്ങനെ പറഞ്ഞ? അതിന്റെ വ്യത്യാസമാണോ? വ്യത്യാസമാണോ വേണ്ടേ? ഓക്കെ, ഹെവിയർ എന്ന് പറയുമ്പോ നമ്മളിപ്പോ 2 സാധനങ്ങൾ മാത്രം കമ്പയർ ചെയ്യുന്നു. ഇപ്പൊ ആനയും ഉറുമ്പും 2 സാധനങ്ങൾ മാത്രം, 2 എണ്ണല്ലേ ഉള്ളൂ. ആനയ്ക്കാണ് ഉറുമ്പിനേക്കാളും വെയിറ്റ് കൂടുതൽ. ആനയ്ക്കാണ് വെയിറ്റ് കൂടുതൽ, 2 എണ്ണം മാത്രമേ ഉള്ളൂ, ആനയും ഉറുമ്പും മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് പറയും? എലിഫന്റ് ഈസ് ഹെവിയർ ദാൻ ആൻഡ്. എലിഫന്റ് ഈസ് ഹെവിയർ ദാൻ ആൻഡ്. ആനയ്ക്കാണ് ഉറുമ്പിനേക്കാളും വെയിറ്റ് കൂടുതൽ. ഇനി ആനയും ഉറുമ്പും പൂച്ചയും ഉണ്ട് വിചാരിച്ചോ. 3 എണ്ണം ഉണ്ട്, ആനയും ഉണ്ട്, പൂച്ചയും ഉണ്ട്, ഉറുമ്പും ഉണ്ട്. എലിഫന്റും കാറ്റും ആൻഡും. അപ്പൊ നമ്മൾ എന്ത് പറയും? എലിഫന്റ് ഈസ് ദി ഹെവിയസ്റ്റ് ആനിമൽ. 3 എണ്ണോ 4 എണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഭാരം കൂടിയതിനെ പറയാൻ വേണ്ടി നമ്മള് ഹെവിയസ്റ്റ് എന്ന് പറയും. 2 എണ്ണം മാത്രം കമ്പയർ ചെയ്യുമ്പോൾ ഹെവിയർ ദാൻ അല്ലെങ്കിൽ ലൈറ്റർ ദാൻ എന്ന് പറയും. ഹെവിയർ ദാൻ വേറെ എന്തെങ്കിലും ഒരു സബ്ജക്ട്, ഒരിത്. ലൈറ്റർ ദാൻ വേറെ എന്തെങ്കിലും ഒന്ന്. ഇനി 3ഓ 2ഓ അതിലധികമോ, 2 അല്ല 3ഓ അതിലധികമോ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഹെവിയസ്റ്റ് അല്ലെങ്കിൽ ലൈറ്റസ്റ്റ്. ഹെവിയസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വെയിറ്റ് കൂടിയത്, ലൈറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞത്. എന്താ ബിയോണ? ബിയോണക്ക് ഭയങ്കര ഡൗട്ടാണല്ലോ, എന്താ പ്രശ്നം? മിസ്സേ, അത് റാബിറ്റും വാട്ടർമെലനുമാ. റാബിറ്റും വാട്ടർമെലനോ? അത് പറയാനാണോ? ഈ 3 വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ? ഇനി പേജ് നമ്പർ 85 എന്തുണ്ട്? എക്സസൈസ് 4.5. അതും കൂടി ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അവിടെ ഡോഗും ക്രോക്കഡൈലും റാറ്റും. ഡോഗ്, ക്രോക്കഡൈൽ, റാറ്റ്. അതില് ഹെവിയസ്റ്റ് ആനിമലിന് ടിക്ക് ഇടാം, ലൈറ്റസ്റ്റ് ആനിമലിന് സർക്കിൾ ചെയ്യാം, റൗണ്ട് വരയ്ക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടിക്ക് ദി ഹെവിയസ്റ്റ് ഒബ്ജക്ട്, പുട്ട് എ ക്രോസ് അഗെയിൻസ്റ്റ് ലൈറ്റസ്റ്റ് ഒബ്ജക്ട്. അവിടെ ഒരു ഡൈസ് ഉണ്ട്, പിന്നെ അതെന്താ രണ്ടാമത്തത്? ബുക്കാണോ? യെസ്, ബുക്ക്. പിന്നെ മൂന്നാമത്തേത് ഒരു ചെയറും. അപ്പോ ഡൈസും ബുക്കും ചെയറും. ഡൈസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആദ്യത്തെ ഒബ്ജക്റ്റ് എന്താണെന്നറിയോ? കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ലാഡർ സ്നേക്കും ലൂഡോ ഒക്കെ കളിക്കുന്നില്ലേ? ഫോണിലല്ല, മറ്റേ കാർഡ് വെച്ചിട്ട് ലൂഡോ കളിക്കാറില്ലേ?
അതില് നമ്മൾ ആ കറക്കുന്ന സാധനമല്ലേ, ഒരു വെള്ള കളറിൽ ചുറ്റും കുത്തൊക്കെ ഇല്ലേ, ഇല്ലേ? ഒരു കട്ട കറക്കുന്നില്ലേ, അതിനാണ് ഡൈസ് എന്ന് പറയുക. DICE, ഡൈസ്. അപ്പൊ അതും ബുക്ക്, ടേബിൾ, ഈ മൂന്നെണ്ണത്തില് ഏതാണ് ഹെവിയസ്റ്റ്, ഏറ്റവും വെയിറ്റ് ഏതാന്ന് വെച്ചാൽ അതിന് നേരെ ടിക്ക് ഇടുക. ഏറ്റവും വെയിറ്റ് കുറഞ്ഞതിന് ഒരു ഇൻടു മാർക്ക് ഇടുക. അപ്പൊ എക്സസൈസ് 4.4ഉം എക്സസൈസ് 4.5ഉം ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, ആ രണ്ട് ടെക്സ്റ്റിൽ ചെയ്തിട്ട് ഒറ്റ ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി. ടെക്സ്റ്റ് മുഴുവനായിട്ടും ആ 2 പേജും കിട്ടത്തക്ക രീതിയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? വെയിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിയുണ്ടല്ലേ, പേജ് നമ്പർ 86 അതിന്റെ ബാക്കിയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. വേണ്ട, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ എക്സസൈസ് 4.5ഉം എക്സസൈസ് 4.4ഉം അത് ആ 2 പേജിലുള്ളത് മാത്രം ചെയ്യാം. പേജ് നമ്പർ 84ഉം പേജ് നമ്പർ 85ഉം മാത്രം ചെയ്യാം. എന്നിട്ട് മിസ്സിന് അയച്ചു തരാം കേട്ടോ. പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ എന്താ, അടുത്ത ക്ലാസ്സിൽ ആദ്യം ഡിക്റ്റേഷൻ ആയിരിക്കും. ഡിക്റ്റേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ. അപ്പോ എഴുതി തന്നിരിക്കുന്ന വേർഡ്സ്, പുതിയ വേർഡ്സ് നോട്ടിൽ എഴുതി പഠിച്ചത് മുഴുവൻ കൃത്യമായിട്ട് പഠിക്കുക. 10 വേർഡ്സ്, 10 വേർഡ്സ്. ചിലപ്പോ മുന്നത്തെ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. ഇത് മാത്രമല്ല, സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ വേർഡ്സ് ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ മാത്രമായിരിക്കില്ല. അപ്പൊ 10 വേർഡ്സ് ഉണ്ടാവും. 10 വേർഡ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശരിയാക്കിയിട്ട് എഴുതാം. 10ൽ 10 മേടിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും പഠിക്കണം കേട്ടോ. ബൈ.